Hello guys, once again welcome to my channel. My name is Jithuhasmi. ഇന്നത്തെ സെഗ്മെൻറ്റ് വഴി ഞാൻ നിങ്ങളുടെ മുമ്പാകെ പരിചയപ്പെടുത്തുന്നുള്ളത് ഓട്ടോട്യൂൺ എന്ന് പറയുന്നുള്ള ഒരു ആപ്ലിക്കേഷനെ കുറിച്ചാണ്. ഓട്ടോട്യൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ആൾക്കാർക്കും കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. പക്ഷേ കേൾക്കാത്തവർക്ക് വേണ്ടി ഞാൻ പറയുകയാണ്. ഓട്ടോട്യൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ആൻ ആപ്ലിക്കേഷൻ, എക്സ്ട്രാ പ്ലഗിൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഏതൊരു വിധ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറുകളായാലും നമ്മൾ പാട്ട് പാടിക്കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള വോയിസ് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാലോ ആ ഒരു പിച്ച് കറക്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഓട്ടോട്യൂൺ എന്ന് പറയുന്നുള്ളത്. സോ നിങ്ങൾക്കിപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു മിഴിയഴക് നിറയും രാധ എന്ന് പറയുന്നുള്ളൊരു പാട്ടുണ്ടല്ലോ, മലയാളത്തിൽ ഇറങ്ങിയ ആ പാട്ട് ഓൾമോസ്റ്റ് പിച്ച് കറക്റ്റ് ചെയ്ത് നല്ലോണം പിച്ച് കറക്റ്റ് ചെയ്ത് ഉണ്ടാക്കിയ പാട്ടാണ്. അത് ഓട്ടോട്യൂൺ ചെയ്തതല്ല, നല്ല കീബോർഡ് വെച്ച് ചെയ്തതായിരിക്കും. പക്ഷേ ഓട്ടോട്യൂൺ എന്ന് പറയുന്നത് ആക്ച്വലി പിച്ച് കറക്ഷൻ ടൂളാണ്. നമ്മുടെ മാറിപ്പോയ പിച്ചുകളും മറ്റും നമുക്ക് കറക്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഓട്ടോട്യൂൺ. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഈ ഓട്ടോട്യൂൺ എന്ന് പറയുന്നത്. ആ ഓട്ടോട്യൂൺ എങ്ങനെ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡിഫോൾട്ടായിട്ടുള്ള ഓപ്ഷൻസ് എങ്ങനെയാണ്, എങ്ങനെ അത് യൂസ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഓട്ടോട്യൂൺ പ്രോ എന്ന് പറയുന്നുള്ള പ്രോ 9.1 എന്ന് പറയുന്നുള്ള ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. ആ സോഫ്റ്റ്വെയർ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യേണ്ടതാണ്. ഇതാണ് ആ സോഫ്റ്റ്വെയർ, ഓട്ടോട്യൂൺ പ്രോ എന്ന് പറയുന്നത്. ഇത് ഞാൻ ഡൗൺലോഡ് ചെയ്തിരിക്കുകയാണ്. സോ ഞാൻ ക്രാക്ക് ചെയ്ത വെർഷനാണ് ഉപയോഗിക്കുന്നുള്ളത്. ഞാൻ എങ്ങനെ ക്രാക്ക് ചെയ്യാം, എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം എന്നുള്ള കാര്യം ഞാനിവിടെ പറയുന്നില്ല, കാരണം എനിക്ക് കോപ്പി സ്ട്രൈക്ക് കിട്ടും. അതുകൊണ്ട് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുകയാണ്. അഡോബ് ആന്ത്രാസ് ഓട്ടോട്യൂൺ ഞാനിവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതെങ്ങനെ വർക്ക് ചെയ്യാം, എങ്ങനെ നമുക്കത് ഉപയോഗിക്കാം, എങ്ങനെയായിരിക്കും അതിൻ്റെ ഡിഫോൾട്ടായിട്ടുള്ള വിൻഡോ തുടങ്ങിയ കാര്യങ്ങളാണ് ഈ സെഗ്മെൻറ്റിൽ ഞാൻ നിങ്ങളുടെ മുമ്പാകെ പരിചയപ്പെടുത്താൻ പോകുന്നത്. സോ ഓട്ടോട്യൂൺ നമുക്ക് ഡയറക്റ്റായിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ആപ്ലിക്കേഷൻ പോലെ ഉപയോഗിക്കാൻ സാധിക്കുകയില്ല, പ്ലഗിൻ പോലെ മാത്രമേ സാധിക്കുകയുള്ളൂ. അതിനായി നമ്മൾ ചെയ്യേണ്ടത് ആദ്യം അഡോബ് ഓഡിഷനോ അല്ലെങ്കിൽ വേറെ രീതിയിലുള്ള FL സ്റ്റുഡിയോ ആവട്ടെ, ആ FL സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുക. ഇവിടെ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് അഡോബ് ഓഡിഷനാണ്. ഇവിടെ അഡോബ് ഓഡിഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇവിടെ ഇഫക്ട്സിലാണ് നമ്മളുടെ ഓട്ടോട്യൂണിനെ കാണാൻ സാധിക്കുക. ഇവിടെ ഇഫക്ട്സിൽ പോയി കഴിഞ്ഞാൽ ഈ കാണുന്ന VST3, ഈ VST3-ക്കകത്തായിരിക്കും ഓട്ടോട്യൂൺ ഉണ്ടാവുക. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ പിച്ച് ഷിഫ്റ്റ് എന്നുള്ള ഭാഗം ഞാൻ ക്ലിക്ക് ചെയ്തു. ഇവിടെ ആന്ത്രാസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ 4 ഓപ്ഷൻസ് കാണാൻ സാധിക്കും. എന്താ ഓട്ടോട്യൂൺ ആക്സസ്, ഓട്ടോട്യൂൺ ആർട്ടിസ്റ്റ്, ഓട്ടോട്യൂൺ EFX, ഓട്ടോട്യൂൺ പ്രോ എന്ന് പറയുന്നുള്ളത് പ്രൊഫഷണൽ ആയിട്ടുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. ഇതിൻ്റെ വിവിധ തരത്തിലുള്ള ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. ആക്സസ് എന്ന് പറയുമ്പോൾ ചില ഫീച്ചേഴ്സ് കുറവായിരിക്കും. ആർട്ടിസ്റ്റും അതേപോലെ തന്നെയാണ്, EFXും അതുപോലെ തന്നെയാണ്. സോ ഇവിടെ ഡിസേബിൾ ആയിട്ട് കാണിക്കുന്നുള്ളത്, ഞാനിപ്പോൾ ഒരു സോങ് ഇവിടെ പാടിയിട്ടില്ല, അതുകൊണ്ടാണ് ഇവിടെ ഡിസേബിൾ ആയിട്ട് കാണിക്കുന്നുള്ളത്. അപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മളിപ്പോൾ മൾട്ടി ട്രാക്കിൽ ഇവിടെ സെലക്ട് ചെയ്തു. ഒരു സോങ് ഞാനിവിടെ റെക്കോർഡ് ചെയ്യുകയാണ്. ഞാനറിയാതെ എൻ കരൾ കവർന്നോടിയ പ്രാണനും പ്രാണനാം പെൺകിടാവേ, എൻ്റെ പ്രാണനു പ്രാണനാം പെൺകിടാവേ, ഞാനറിയാതെ എൻ കരൾ കവർന്നോടിയ പ്രാണനും പ്രാണനാം പെൺകിടാവേ. ഓക്കെ, ഇപ്പോൾ ഞാനിവിടെ ഒരു സാമ്പിളായിട്ടുള്ള ഒരു സോങ് പാടിയിരിക്കുകയാണ്. സോങ് തന്നെ വേണമെന്നില്ല, ഒരു ഓഡിയോ ക്ലിപ്സ് ആയാലും മതി, എന്നാൽ മാത്രമേ ഈ ഓട്ടോട്യൂൺ പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ആവുകയുള്ളൂ. ഇപ്പോൾ ഇവിടെ ഞാൻ ഈ ഓഡിയോ പാടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നുള്ളത് ജസ്റ്റ് ഡബിൾ ക്ലിക്ക് അടിച്ച് ഓപ്പൺ ചെയ്യുക. ഓക്കെ, ഇനിയാണ് നമ്മളിവിടെ ഓട്ടോട്യൂൺ ഇഫക്ട്സ് കൊടുക്കുക. സോ ഓട്ടോട്യൂൺ ഇഫക്ട്സ് കൊടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ചെയ്യേണ്ട പല കാര്യങ്ങളുണ്ട്. അത് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന്. നോയ്സ് റിഡക്ഷൻ ചെയ്യുക ഏറ്റവും ആദ്യം ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ്. നോയ്സുകളെ റിഡക്റ്റ് ചെയ്യുക. അതിനുശേഷം മാത്രമേ ഓട്ടോട്യൂൺ കൊടുക്കാൻ പാടുള്ളൂ. സെക്കൻഡ് പ്രോസസ്സാണ് ഓട്ടോട്യൂൺ എന്ന് കൊടുക്കുക എന്നുള്ളത്. സോ ഞാനിപ്പോൾ ഇത്ര ഭാഗം സെലക്ട് ചെയ്യുകയാണ്. ഗോ ടു ഇഫക്ട്സ്, ഗോ ടു VST3. ഇവിടെ ഈ പിച്ച് ഷിഫ്റ്റ് എന്ന് പറയുന്ന ഭാഗത്തിൽ പോവുക, ആന്ത്രാസ് പോവുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും 4 ഓപ്ഷൻസും എനേബിൾ ആയിട്ടുണ്ട്. ഞാനിവിടെ ഓട്ടോട്യൂൺ ആക്സസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഡിഫോൾട്ട് ആയിട്ടുള്ളൊരു വിൻഡോ ഇവിടെ ഓപ്പൺ ആയിട്ട് വരും. ഓട്ടോട്യൂണിൻ്റെ വിൻഡോ ഇവിടെ ഓപ്പൺ ആയിട്ട് വരും. ഇതാണ് ഓട്ടോട്യൂൺ ആക്സസിൻ്റെ വിൻഡോ. ഇതിൽ കുറച്ച് ഓപ്ഷൻസ് കുറവായിരിക്കും. ഇതാണ് നമ്മളുടെ ട്യൂണിങ് സ്പീഡ് എന്ന് പറയുന്നത്, റീട്യൂൺ സ്പീഡ് എന്ന് പറയുന്നുള്ളത്.
ഇപ്പം നമ്മളുടെ പാട്ട് ഏത് കീയിലാണ്, ഏത് രാഗത്തിലാണുള്ളത് ആ കീ നമ്മൾ ചൂസ് ചെയ്യണം. സിയിലാണെങ്കിൽ, സി ഹാഷിലാണെങ്കിൽ, ഡി ഹാഷ് ആണെങ്കിൽ അതിനനുസരിച്ചുള്ള കീ നമ്മൾ സെലക്ട് ചെയ്യണം. എന്നാൽ അതിനെക്കുറിച്ചൊരു അവയർനെസ്, ആ സോങ്ങിനെക്കുറിച്ചുള്ള ഒരു അവയർനെസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ആ കീ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ കാണുന്ന മേജറാണോ അല്ലെങ്കിൽ മൈനറാണോ നിങ്ങൾ പാടിയ പാട്ടിൻ്റെ വരികൾ മേജറാണോ മൈനറാണോ അനുസരിച്ച് നിങ്ങൾ ഓരോ ക്ലിപ്പ് അനുസരിച്ച് നിങ്ങൾ ഇവിടെ ചൂസ് ചെയ്യേണ്ടതാണ്. എന്നിട്ട് നമ്മൾക്ക് ഇവിടെ റീട്യൂണിൻ്റെ സ്പീഡ് എത്രമാത്രം വേണം ഈ കാര്യങ്ങളൊക്കെ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. ഈ കറന്ന ഭാഗം എന്ന് പറയുന്നത് നമുക്ക് ഡിഫോൾട്ടായിട്ട് തന്നെ കൊടുക്കാൻ സാധിക്കും. പിന്നെ എന്നിട്ട് അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ മതി. ഓക്കെ, സോ ഇപ്പോൾ ഞാനത് ക്ലോസ് ചെയ്യാണ്. ഇനി നെക്സ്റ്റ് എടുക്കാൻ പോകുന്നുള്ളത് ഓട്ടോട്യൂണിൻ്റെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു വെർഷനാണ്. ഇതാണ് ഓട്ടോട്യൂണിൻ്റെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വെർഷൻ. ഇത് നമുക്ക് കീബോർഡൊക്കെ കണക്ട് ചെയ്തുകൊണ്ട് നമ്മളുടെ കീബോർഡ് എന്ന് പറയുമ്പോൾ ഇൻസ്ട്രുമെൻ്റൽ കീബോർഡ് കണക്ട് ചെയ്തുകൊണ്ട് നമുക്കിവിടെ ഓട്ടോട്യൂൺ ഇഫക്ട്സുകൾ കൊടുക്കാവുന്നതാണ്. സോ ഓരോ പാട്ടിനനുസരിച്ചായിരിക്കും ഈ ഓട്ടോട്യൂൺ ഇഫക്ട്സുകൾ നമ്മൾക്ക് നമ്മുടെ വോയിസ് ക്ലിപ്പിന് കൊടുക്കാൻ സാധിക്കുക. പാട്ടിൻ്റെ പിച്ച് അനുസരിച്ചായിരിക്കണം ഓട്ടോട്യൂണുകൾ കൊടുക്കേണ്ടത്. ഞാൻ ഇവിടെ പറയുന്നുള്ള ഇവിടെ നമ്മൾ ഓട്ടോട്യൂൺ അഡ്വാൻസ്ഡ് വെർഷൻ എന്തുകൊണ്ടാണ് ഉപയോഗിക്കാത്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത്ര അഡ്വാൻസ്ഡ് അല്ല ഓട്ടോട്യൂണിൽ. സോ നമ്മൾക്ക് പറ്റിയത് ഈ ഒരു VST3 പോയിട്ട് ഓട്ടോട്യൂൺ ആക്സസ് അല്ലെങ്കിൽ ഓട്ടോട്യൂൺ ആർട്ടിസ്റ്റ്, ഈ 2 ഓപ്ഷനായിരിക്കും നമ്മളെപ്പോലുള്ള ബിഗിനേഴ്സിന് കൊടുക്കാൻ പറ്റിയ ഒരു ഓപ്ഷനായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നുള്ളത്. സോ ഈ ഓട്ടോട്യൂണിൻ്റെ ഇഫക്ട്സുകൾ നിങ്ങൾ എന്താ ചെയ്യുക, ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് എങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനം എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യുക. ഇനി നിങ്ങളുടെ സോങ്ങിൻ്റെ കീ ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ഇതിൽ തന്നെ ഒരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങളുടെ സോങ്ങിൻ്റെ കീ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളിവിടെ ഇഫക്ട്സ് എന്നുള്ള ഭാഗത്തിൽ പോവുക. അതിനുശേഷം ആൻഡ്രാസിൽ പോവുക. ഇവിടെ ഓട്ടോ കീ എന്ന് പറയുന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഓട്ടോ കീ എന്ന് പറഞ്ഞാൽ ആൻഡ്രാസ് ഓട്ടോട്യൂണിൻ്റെ വേറൊരു ഓപ്ഷനാണ്. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ മേജർ ആണ് പ്ലേ ആവുന്നുണ്ട്. മേജറിലുള്ള സോങ് ആണ് ഇപ്പോൾ ഞാനിവിടെ പാടിയിട്ടുള്ളത്. അതിവിടെ ഏറ്റവും കൂടുതൽ ഏതാണ് വരുന്നുള്ളത് ആ കീ ആയിരിക്കണം നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ഇങ്ങനെയാണ് നമ്മൾ കീ ഏതാണെന്ന് മനസ്സിലാക്കുന്നത്. കീ മനസ്സിലാക്കാനുള്ള ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള ഒരു വേ ആണ് ഈ പറയുന്നുള്ള ഓട്ടോ കീ എന്ന് പറയുന്നുള്ളത്. സോ താങ്ക്സ് അപ്പ് ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ് മൈ ട്യൂട്ടോറിയൽ. വീണ്ടും പുതിയ ട്യൂട്ടോറിയലുമായി കാണുന്നവരെ ഇറ്റ്സ് മീ ജിത്തുഹാഷ്മി സൈനിങ് ഔട്ട്.